ഇന്ന് നമുക്കൊരു മോർണിംഗ് റൂട്ടീൻ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലാണ്. അപ്പോൾ നല്ല സാമ്പാർ ഉണ്ടാക്കി വെച്ചത് കൊണ്ട് അടുക്കളപ്പണി എളുപ്പമാണ്. ദോശമാവ് ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ ദോശ റെഡിയാക്കി. ഓരോ ദോശ ആകുമ്പോഴത്തേക്കും സ്നാക്ക് അതിൻ്റെ കൂടെ ഓരോ പാക്കിങ് പരിപാടികളൊക്കെ ചെയ്യുകയാണ്. സ്നാക്കിന് ഇന്ന് നേന്ത്രപ്പഴം പുഴുങ്ങിയതാണ് കേട്ടോ. സിമ്പിളാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദോശ ആയപ്പോൾ ഫിസുവിൻ്റെ ദോശയും സാമ്പാറും എടുത്ത് വെച്ചു. ഒരു 2 ദോശ, അത് 2 എണ്ണം ഉണ്ടെന്ന് തോന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പീസാക്കിയിട്ടാണ് കൊടുക്കുക. പിന്നെ കിറ്റ് മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി വെച്ചു. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ദോശ ആണെങ്കിൽ ഫിസു പെട്ടെന്ന് കഴിക്കും കേട്ടോ, ഫാസ്റ്റായിട്ട് കഴിക്കും. അപ്പോൾ ഞാൻ പോയി നോക്കുമ്പോൾ കിറ്റ് അവിടെ തന്നെ ഉണ്ട്. ആരും അത് ബാഗിലോട്ടൊന്നും എടുത്ത് വെച്ചില്ല. പിന്നെ ഞാൻ ബാഗൊന്ന് ചെക്ക് ചെയ്ത് നോക്കി, എല്ലാ കാര്യങ്ങളും ബാഗിൽ തന്നെ ഉണ്ടോ എന്നുള്ളത്. ടൈം ടേബിൾ പ്രകാരം ബുക്കൊക്കെ എടുത്ത് വെക്കുന്നത് ഇദ്ദേഹം തന്നെ ആയതുകൊണ്ട് രാവിലെ ഒന്നുകൂടി ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം അങ്ങനെ അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ രാവിലെ നേരം കിട്ടിയില്ല. ഇനി നേരെ അടുക്കളയിൽ കയറിയതാണല്ലോ. അപ്പോൾ അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് എന്തൊക്കെ കാര്യങ്ങളാണ്, അങ്ങനെ കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുക്കും. ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് ഉപദേശം. അങ്ങനെയെല്ലാം കഴിഞ്ഞ് പോകാൻ വേണ്ടി ഒരു 7:30 ആയപ്പോൾ പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴത്തേക്കും കറക്റ്റ് സമയത്ത് പെരും മഴ സ്റ്റാർട്ട് ചെയ്തു. അതല്ലേലും ഫിസു സ്കൂൾ പോകുന്ന നേരം അധികം ദിവസവും അന്നേരം ഒരു മഴ ഉണ്ടാവും കേട്ടോ. അപ്പം അതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല. അതിന് രാവിലെ ചെറുതായിട്ട് പെയ്തെന്നല്ലാണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം മഴ ആസ്വദിച്ച് ഇങ്ങനെ പുറത്തിരിക്കാമെന്ന് വിചാരിച്ചു. ആസ്വദിച്ചെന്നല്ല, ഇപ്പോൾ ചോരെന്ന് വിചാരിച്ചിട്ട് കുറച്ച് സമയം അങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങോട്ടും പോകാനൊന്നുമില്ലെങ്കിൽ ഇങ്ങനെ മഴ ആസ്വദിച്ചിരിക്കാൻ നല്ല രസമാണ്. ചേട്ടയിലും പോകാനുള്ള സമയത്ത് ഭയങ്കര മടിയായിരിക്കും പോകാൻ വേണ്ടി. അങ്ങനെ അതേ കോട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇദ്ദേഹം. 1/4 മണിക്കൂറോളം ഇങ്ങനെ സമയമൊക്കെ വേസ്റ്റാക്കി. മഴ ചോരുന്ന യാതൊരു ലക്ഷണവുമില്ല. അപ്പോൾ എന്തായാലും ഫിസുവിനെ കൊണ്ടാക്കി സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വരട്ടെ. കോട്ടൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്, അതുകൊണ്ട് നനയൊന്നുമില്ല. എന്നാലും നമ്മളെ നാട്ടിൽ റോഡും തോടും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇല്ലേ, നമ്മളെ ഫ്രണ്ടിൽ തന്നെ റോഡ് ഫുള്ള് വെള്ളമാണ് കേട്ടോ. ആൾക്കാരൊക്കെ നീന്തി പോകുന്നത് നിങ്ങൾക്ക് കണ്ടോ. അപ്പോൾ എന്തായാലും ഇക്ക അവനെയും കൊണ്ട് പോയി. ഇനിയിപ്പോൾ ഞാനൊക്കെ വരുമ്പോഴത്തേക്കും വേഗം പാത്രം കഴുകട്ടെ എന്ന് വിചാരിച്ചൊരു 4 പാത്രം കഴുകാനുണ്ടായിരുന്നു. അതേപോലെ അകത്തൊക്കെ ലൈറ്റ് ഓഫ് ചെയ്യാനുണ്ട്. ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് നമുക്ക് പോയി കിടന്ന് ഒരു ഉറക്കം അങ്ങോട്ട് പാസ്സാക്കാം. റൂമൊക്കെ ഫുൾ ഡാർക്കാണ് കേട്ടോ. മഴ പെയ്യുമ്പോൾ പിന്നെ അകത്തൊക്കെ നമ്മൾ വിൻഡോസ് ഒന്നും തുറന്നിടുന്നില്ലല്ലോ. അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് പോയി കിടന്നുറങ്ങാം. അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ബൈ.